ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതെടുത്തിരുന്നത്? നൂഹ് നബിയുടെ സമുദായത്തിന് ശേഷം മറ്റൊരു സമുദായത്തെ അള്ളാഹു എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ആ സമുദായം ഏതായിരുന്നു? ആദ് സമുദായം. ആ സമുദായത്തിലേക്ക് നിയോഗിച്ച പ്രവാചകൻ ആരാ? ഹൂദ് നബി. ഹൂദ് നബി അവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എന്താ? എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഒരു കാര്യമേ ഉള്ളൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല. അവനിൽ ആരെങ്കിലും നിങ്ങൾ പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്തു? ഷിർക്ക് ചെയ്തു. അങ്ങനെ ഷിർക്ക് ചെയ്തവർ നരകത്തിലാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഷിർക്ക് സംഭവിച്ചാൽ എന്താണ്? നരകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓതി തന്നതാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അതേപോലെ തന്നെ മുഹമ്മദ് നബിയോട് അള്ളാഹ് പറഞ്ഞ മറ്റൊരു ആയത്തും കൂടെ ഞാൻ ഓതി തന്നിരുന്നു. ആ ആയത്താണ് എല്ലാ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രബോധനം ചെയ്തത് എന്ന് പറയാനുള്ള തെളിവ്. അതേതായത്? മാഷാ അല്ലാഹ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. പ്രവാചകരെ, നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് വഹി നൽകിയിട്ടല്ലാതെ, ബോധനം നൽകിയിട്ടല്ലാതെ. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, എന്നെ മാത്രമേ ആരാധിക്കാവൂ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് വഹി നൽകിയിട്ടല്ലാതെ പ്രവാചകരെ, നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന്. അപ്പൊ ലോകത്തേക്ക് കടന്നു വന്ന സകലമാന അമ്പിയാക്കന്മാരും പ്രബോധനം ചെയ്ത വിഷയം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അത് ആദം നബി മുതൽക്ക് ഇങ്ങോട്ട് നൂഹ് നബി തുടങ്ങി അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള സകല പ്രവാചകന്മാരും അവരുടെ സമുദായത്തിലേക്ക് വന്നിട്ട് പ്രഥമമായി പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്നാൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അല്ല, ആ സമുദായത്തിലുണ്ടായിരുന്ന തിന്മകളെയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? വിരോധിച്ചിട്ടുണ്ട്. ലൂത്ത് നബിയുടെയും അതുപോലെ തന്നെ ഷുഐബ് നബിയുടെയും ഒക്കെ സമുദായം, ലൂത്ത് നബിയുടെ ആളുകൾ സവർഗരതിയിൽ പിന്നെ വലിയ തിന്മ ചെയ്ത ആളുകളായിരുന്നു. ലൂത്ത് നബി അത് വിലക്കിയിട്ടുണ്ട്. ഷുഐബ് നബിയുടെ ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരായിരുന്നു. അത് വിശുദ്ധ ഖുർആന്റെ ആയത്തോതി കൊടുത്തിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ പ്രവാചകൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ആദ്യത്തിൽ എന്താ പറഞ്ഞത്? ഇത്തരം തിന്മകളിൽ നിന്നൊക്കെ മോചനം കിട്ടാനുള്ളൊരു മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആ പ്രവാചകന്മാരൊക്കെയും എന്ത് ചെയ്തിട്ടുള്ളത്? പ്രബോധനം ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രല്ല, ആ നൂഹ് നബിയുടെ കാലശേഷം വന്ന ആദ് സമുദായത്തിലേക്ക് അള്ളാഹു ഹൂദ് നബിയെ പറഞ്ഞയച്ചപ്പോൾ ആളുകൾ, ആ നാട്ടിലുള്ള പ്രമാണിമാര് എന്ത് ചെയ്തു? പരിഹാസം അവർക്ക് നേരെ നടത്തി. അതെന്താ? എന്ത് പരിഹാസം നടത്തിയത്? പ്രവാചകന്മാർ എന്ന് പറയുന്ന നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട്.
നിങ്ങൾ ഉറങ്ങുന്നുണ്ട്, നമ്മൾ ഉറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങളും നമ്മളും തമ്മിലൊരു വ്യത്യാസമില്ല എന്ന അർത്ഥത്തിൽ അല്ലേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പോലും അത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ 5 പ്രവാചകന്മാരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മറന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ക്ലാസ് എടുത്തന്ന് തന്നെയാണ്. നിങ്ങൾ മറന്നണോ അല്ലേ നോക്കണ്ടേ? എന്നൊന്ന് പറഞ്ഞു. 5 പ്രവാചകന്മാരാരൊക്കെയാണ്? ഒന്ന്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബിയോട് അദ്ദേഹത്തിന്റെ ജനത ഈ സംസാരം നടത്തിയിട്ടുണ്ട്. പിന്നെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നുള്ള എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇൻഷാ അല്ലാഹ് അങ്ങനെ പഠിക്കണം. കൃത്യമായിട്ട് പഠിച്ചാലേ നമ്മുടെ ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പ്രയോജനം ഉണ്ടാകുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മഖാരിജുൽ ഹുറൂഫ് ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും അല്ലേ? ഇന്നത്തെ മഖാരിജുൽ ഹുറൂഫ് ഏതാ നോക്ക്. സീൻ സ സീൻ സ. ഒന്ന് പറഞ്ഞേ. സീൻ സ. എവിടുന്ന വരുന്നേ? യെസ്, അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് സുക്കൂന് കൊടുക്കുക, ശബ്ദം കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാകും. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حسن إسلام المرء تركه ما لا يغني. ഇമാം തിർമുദി 2317 ഹദീസായി ഉദ്ധരിച്ചതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, താനുമായി ബന്ധപ്പെടാത്തത് ഉപേക്ഷിക്കുക എന്നത് ഒരു മനുഷ്യന്റെ നല്ല ഇസ്ലാമിന്റെ അടയാളമാകുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും നല്ല അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്. മനസ്സിലാണ്ടോ? അള്ളാന്റെ റസൂല് പറയാത്ത കാര്യങ്ങൾ, പ്രവാചകനുമായി ബന്ധപ്പെടാത്തത് ഉപേക്ഷിക്കുക എന്നത്, അതാണ് ഏറ്റവും നല്ല ഇസ്ലാമിന്റെ അടയാളം. അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹ് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ? ഞാൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഖുർആന്റെ ആയത്താണ്. അള്ളാന്റെ റസൂല് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അത് മുഴുവനും സ്വീകരിക്കുക, റസൂലുള്ള വിലക്കിയ കാര്യം എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും ഒഴിവാക്കുക. അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അല്ലേ? കൂടണം. അപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിൻഗാമിയാവുകയുള്ളൂ. ഓരോ വിഷയം എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നിപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തന്നെയാണോ, അല്ല അള്ളാന്റെ റസൂല് വിലക്കിയ കാര്യങ്ങളാണോ? ആലോചിച്ച് നോക്കി അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണോ നമ്മൾ ചെയ്യുന്നത്? പ്രവാചകൻ വിരോധിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടോ? കൃത്യമായിട്ട് ഓരോന്നും പരിശോധിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും മഹാഭൂരിഭാഗം ആൾക്കാര്യത്തിനും മറുപടി. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവരുണ്ടാകും, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കുന്നവരുണ്ടാവും അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വളർത്താൻ പറഞ്ഞു, അതേപോലെ തന്നെ താടി വടിക്കരുതെന്ന് പറഞ്ഞു, മീശ വെട്ടണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിച്ചു, ഒരുപാട് സുന്നത്തുകൾ. കഴിവിൻ്റെ പരമാവധി അതൊക്കെ എന്ത് ചെയ്യുക, ജീവിതത്തിൽ കൊണ്ടുവരാം. എല്ലാം കൊണ്ടുവരാൻ ഒരു പക്ഷേ മനുഷ്യന് പറ്റിക്കൊള്ളണം എന്നില്ല, പരിമിതികളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രമാത്രം ഉണ്ടോ അത് മുഴുവനും നമ്മൾ ചെയ്യണമെന്ന് അല്ലേ? പല ആളുകളും നിസ്കാരത്തിന് ഇപ്പോൾ നിസ്കാരത്തിന് നിൽക്കുമ്പോൾ പല ആളുകളുടെയും തുണി നെരിയാണിക്ക് താഴെയാണ്. മാ അസ്ഫല മിൻ കഅബൈനി ഫിന്നാർ എന്നാ റസൂലുള്ള പറഞ്ഞ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയാൽ ഒന്ന് നരകത്തിലാണ്. ചില്ലറ വിഷയമല്ല, അറിയാതെ ഇറങ്ങി പോണല്ല ഉദ്ദേശിക്കുന്നത്, മനഃപൂർവം
ചില ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും, നിലത്ത് കൂടെ ഇങ്ങനെ അടിച്ചു വാരിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, പോവുക. അള്ളാന്റെ റസൂല് പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ്, എതിരാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളോട് പറഞ്ഞു എന്ത് താഴ്ത്തിയിടാൻ, ഓല് മേപ്പെട്ട് കയറ്റാൻ തുടങ്ങി. ആണുങ്ങളോട് പറഞ്ഞു മേലെ കയറ്റാൻ, ഓല് താഴെ ഇറക്കാൻ തുടങ്ങി. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാന്റെ റസൂല് പറഞ്ഞതിന് നേരെ എതിരാണ് നമ്മളെ സമുദായം ചെയ്യുന്നത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവമുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ രോഗസന്ദർശനം, അദ്ദേഹം കുത്തേറ്റ് കിടക്കുകയാണ്. ഒരു മജൂസി നമസ്കരിക്കുന്നതിനിടയിൽ പള്ളിയിൽ വെച്ച് കുത്തിയല്ലോ ഉമർ റളിയല്ലാഹുവിനെ. ആ സമയത്ത് മരിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ കാണാൻ വന്നൊരു ചെറുപ്പക്കാരൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറങ്ങിയത് ആര് കണ്ടു? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. കാണാൻ വന്നതാണ്. മരണത്തിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്നിട്ട് പോലും ഉമർ റളിയല്ലാഹു അൻഹു ആ തിന്മയെ തടുക്കാതിരുന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു ആ ചെറുപ്പക്കാരനെ. എന്നിട്ട് പറഞ്ഞു, ഇർഫ സൗബക്ക്, നീ നിന്റെ വസ്ത്രം കയറ്റി ഉടുക്കുക. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്ത്, ഈ ഒരു തിന്മ ഞാൻ കണ്ടിട്ട്, അള്ളാന്റെ റസൂലിന്റെ ആ സുന്നത്തിനെ ധിക്കരിക്കുന്നത് ഞാൻ കണ്ടിട്ട് ഈ ഉമർ അത് പറഞ്ഞില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്ത് മറുപടി പറയുന്ന. ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മളെ രോഗം കാണാൻ വന്ന ഒരാള് ഇതേപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമ്മളും ഉണ്ടോ? ഏതായാലും എന്നെ കാണാൻ വന്നല്ലോ എന്നാ പറയാ. ഓൻ്റെ അടുത്ത് എന്ത് തിന്മ ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യൂല, മുണ്ടൂല. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഗൗരവം, നമ്മളത് പറഞ്ഞില്ലെങ്കിൽ പരലോകത്ത് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന ഭയം, പേടിയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിന്ന. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? മൻ റഅ മിൻകും മുൻകറ ഫലിയുഗയ്യിറുഹു ബിയദിഹി ഫബിലിസാനിഹി ഫബിഖൽബിഹി വദാലിക അളഫുൽ ഈമാൻ. എന്താത്? ഒരു തിന്മ കണ്ട നമ്മൾ കൈകൾ കൊണ്ട് തടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കൈ കൊണ്ട് തടുക്കുക. ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ കൈ കൊണ്ട് തടുക്കാൻ പറ്റും. നാട്ടുകാരോട് ചിലപ്പോൾ കൈ കൊണ്ട് തടുക്കാൻ പോയാൽ നമ്മളെ പരിധിയിൽ വരൂല. അല്ലെങ്കിൽ പിന്നെ നാവ് കൊണ്ട് പറയാ, ആ തിന്മയെ തടുക്കുക. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സുകൊണ്ട് വെറുക്കുക. ആ വ്യക്തിയെയല്ല, പിന്നെയോ അയാൾ ചെയ്യുന്ന ആ തിന്മയെ. മനസ്സിലാവുണ്ടോ? അതാണ് അള്ളാന്റെ റസൂല് ഹൃദയത്തിൽ ഏറ്റവും ലാസ്റ്റ് ഈമാനുള്ളവൻ ചെയ്യുന്നൊരു കാര്യമായിട്ട് പറഞ്ഞ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് തിന്മകൾ എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. തിന്മയെ പ്രതികരിക്കാതിരുന്നാൽ അള്ളാന്റെ ശിക്ഷ നമുക്ക് വരും, ഒരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി വിശദീകരിച്ച് തന്ന ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. കപ്പലിൽ 2 തട്ടുള്ള കപ്പലിൽ യാത്ര ചെയ്ത സംഭവം. കാരണം അവർ ചെയ്യുന്ന ആ തെറ്റായ പ്രവർത്തനം മുകളിലുള്ള ആൾക്കാർ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അടിയിലെ തട്ടിലെ ആൾക്കാരും മരിക്കും, മേലെ തട്ടിലെ ആൾക്കാരും മരിക്കും. കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കപ്പൽ ദ്വാരം ഉണ്ടാക്കുകയാണ്. ഈ പണി മേലുള്ളവർ കാണുന്നുണ്ട്. മേലുള്ളവർ ചിന്തിക്കായി നമ്മളൊന്നും അല്ലല്ലോ ചെയ്യണം, ഓലല്ലേ, ഓല ഷെറ നമുക്ക് കഴിച്ചിലായി കിട്ടിയെന്ന് മേലുള്ളവർ ചിന്തിച്ച് മിണ്ടാതെ ഇരുന്നാൽ എന്താ സംഭവിക്കുക? കപ്പലുള്ള എല്ലാവരും മരിക്കുന്ന എത്ര മനോഹരമായൊരു ഉദാഹരണമാണെന്നറിയും. ഇനി വേറൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഇതേപോലെ നമ്മളെ മുന്നിൽ ഇങ്ങനെ ഒരു തിന്മ കാണുകയാണ്. ചിലപ്പോൾ നമുക്ക് നാവുകൊണ്ട് പറയാൻ പറ്റുന്നതായിരിക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ കൈകൊണ്ട് തടുക്കാൻ പറ്റണതായിരിക്കും, തടുക്കണം എന്നാ. ഇനി അതിനൊന്നും പറ്റണില്ലെങ്കിലോ മനസ്സുണ്ടെങ്കിൽ അതിന് വെറുക്കണം എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അള്ളാന്റെ റസൂൽ കൊണ്ടുവന്ന് നമ്മൾ സ്വീകരിക്കുക. ഇപ്പം റബീഉൽ അവ്വൽ മാസമാണ് അല്ലേ? റബീഉൽ അവ്വൽ മാസത്തിൽ എവിടേക്കാണ് ആ പള്ളികളുള്ളത് എന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റും. കാരണം എന്താ? ലതത്തബിഅന്ന സുനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅൻ എന്നാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സമുദായങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അതായത് ജൂത ക്രൈസ്തവ സമൂഹങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, അതെൻ്റെ സമൂഹം എൻ്റെ സമൂഹത്തിലെ ചില ആളുകൾ എന്ത് ചെയ്യും? ചാണിന് ചാണായും മുഴത്തിന് മുഴമായിട്ടും എന്ത് ചെയ്യും? പിൻപറ്റുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. അപ്പം അള്ളാഹിൻ്റെ റസൂല് കൊണ്ടുവന്നത് സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചതിൽ നിന്ന്
വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസാണ്. ജീവിതത്തിൽ കൃത്യമായിട്ടത് പഠിക്കുക. പിന്നെ ഈ റബീഉൽ അവ്വൽ മാസത്തിലൊക്കെ പ്രവാചകനെ ആ മാസത്തിൽ മാത്രം സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും അള്ളാഹിൻ്റെ ദീനിൽ ഇല്ലാത്ത കാര്യമാണ്. പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യമാണ്. സ്വഹാബത്ത് ചെയ്യാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് നബിക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബൂവത്ത് കിട്ടുന്നത്, പ്രവാചകനാകുന്നത്. ആ 40 വയസ്സ് മുതൽ 63 വരെ അള്ളാഹിൻ്റെ റസൂല് ജീവിച്ചിട്ടുണ്ട്. 23 വർഷം അല്ലേ? ഈ 23 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റ റബീഉൽ അവ്വലിനും അള്ളാഹിൻ്റെ റസൂല് ഇന്നെൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് സ്വഹാബത്തെ നിങ്ങൾക്ക് വരി, പള്ളിയിലേക്ക് എല്ലാവരും എത്തി ഇന്ന സമയത്ത്, എന്നിട്ട് നമുക്ക് കുറച്ച് ദിക്ർ ഹൽക്കുണ്ട് എന്ന് പറയേ, ഒരു ഈത്തപ്പഴം വിതരണം ചെയ്യേ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊടുക്കേ, ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല. ആ റസൂലുള്ളാഹിന്റെ കാലഘട്ടം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വരെയുള്ള ഖുലഫാ ഉർ റാഷിദീങ്ങൾ, 4 ഇമാമിയങ്ങൾ ഭരണം നടത്തി ഇസ്ലാമിക രാജ്യം. അവരാരും എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനമാണ് റബീഉൽ അവ്വൽ 12 എന്നോ റബീഉൽ അവ്വൽ മാസത്തിൽ എന്നോ പറഞ്ഞിട്ട് ഒരു ചെറിയ സംഭവം പോലും എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. പിന്നെയോ അവിടെ നിന്ന് ഇങ്ങോട്ട് ജീവിച്ചിട്ടുള്ള 3 തലമുറ, അവരാരും 3 നൂറ്റാണ്ട് അവരാരും എന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ മരിച്ചിട്ട് 48 വർഷം കഴിഞ്ഞിട്ടാണ് ആര് മരിക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ 48 വർഷം ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഇന്നെൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലിയതായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എവിടെയുമില്ല. 51 വർഷം കഴിഞ്ഞിട്ടാണ് ആര് മരിക്കുന്നത്? പ്രവാചകന്റെ മറ്റൊരു ഭാര്യ. 58 വർഷം കഴിഞ്ഞിട്ട് മരിക്കുന്നവരുണ്ട്. ഇവരാരും ഒരിക്കൽ പോലും പ്രവാചകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സംഗതി ഒന്നുമില്ല, ദുർബലമായത് പോലും ഇല്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ. ചില വിഷയങ്ങളിലൊക്കെ ദുർബലമായതെങ്കിലും ഉണ്ടാവും, ഇതിൽ അതുമില്ല എന്നാ. പിന്നെ എവിടുന്ന് അത് കിട്ടിയേ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഇതുപോലെ തന്നെ പാടുന്നതാ ഈ മൗലിദ് ആഘോഷിക്കുന്ന ആൾക്കാരെ. ഹിജ്റ 300 ശേഷം ഈ സംഗതി തന്നെ ഉണ്ടായത്. മനസ്സിലായിട്ടോ? ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. മുളഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നായിട്ട് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അയാളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങോട്ട് കൈമാറ്റം ചെയ്തിട്ട് തന്നത്. അയാൾ ഉണ്ടാക്കിയ ഒരു ആചാരമാണ് മൗലീദ് ആഘോഷം എന്നതാണ്. അതായത് ഇസ്ലാമുമായി അതിന് ബന്ധമില്ല എന്നർത്ഥം. ഒരൊറ്റ ഹദീസിൽ പോലും പ്രവാചകന്റെ ജന്മദിനം ആണ് ഇന്ന്, അതുകൊണ്ട് നമ്മൾ ആ ജന്മദിനത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കഴിയില്ല. ഖുർആന്റെ ഒരൊറ്റ ആയത്തില്ല. പക്ഷെ ആയത്ത് ഓതും, ഖുർആൻ ഓതും, ഹദീസ് ഓതും, എന്നിട്ട് നമുക്കിഷ്ടമുള്ളത് വ്യാഖ്യാനിക്കും. ഖുർആനെയും ഹദീസിനെയും ഏത് കാര്യമാണെങ്കിലും ആ കാര്യത്തെ വിശദീകരിച്ച സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അള്ളാഹിന്റെ റസൂൽ, അള്ളാഹു, ഇപ്പറഞ്ഞ ഒരു ക്രമീകരണം ഉണ്ടല്ലോ, അതിലൊന്നും ഇപ്പറഞ്ഞതൊന്നും കാണാൻ കഴിയില്ല. മനസ്സിലാണ്ടോ? പ്രവാചകനെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ അവര് നബിദിനം കഴിക്കാതിരുന്നത്? നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലേ പറയാ, ഓ വഹാബികളാണ് ഓൽക്കൊന്നും നബിദിനല്ല. കാരണം എന്താ? ഓല് പ്രവാചകനെ സ്നേഹിക്കാത്തവരാണെന്ന് പറയും. പ്രവാചകനെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യം ചെയ്യൂല. മാത്രമല്ല, ഒരു മാസം മാത്രമല്ല അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്. ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ 24 hours എന്ത് ചെയ്യണം? അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്നാ.
അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം എന്നാ. ഏതെങ്കിലും ഒരു മാസം മാത്രമല്ല. നമ്മളാൾക്കാർ ഒരു മാസത്തിലെ ചില ദിവസങ്ങൾ മാത്രം സുബഹിക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നവൻ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണ്. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവനാണെങ്കിലോ പ്രവാചകനെതിരാണ്. ഓനായിരിക്കും എന്ത്, റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ആഘോഷത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ചോറ് വിളമ്പാനും പള്ളിയിലെ സൊഫിലും പണം പിരിക്കാനൊക്കെ ഉണ്ടാവുക. ഒറ്റ വക്ത് നിസ്കരിക്കാൻ പോവാത്തവൻ ഓൽക്കേക്കാരൻ അന്നാണ്. ഓൽക്ക് ഭയങ്കര ആവേശം, മനസ്സിലായിട്ട്. അപ്പം നമ്മളുള്ളത് ചെയ്യാം. നബിതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാം. അള്ളാഹിൻ്റെ റസൂലിനെ സ്വഹാബത്ത് സ്നേഹിച്ചത് എങ്ങനെ? സ്വന്തം ശരീരം കൊടുത്തിട്ട് സ്നേഹിച്ച സ്വഹാബത്തുണ്ട്. അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ റസൂലുള്ളാഹിക്ക് നേരെ അമ്പെയ്തപ്പോൾ സ്വന്തം മാറിടം കാണിച്ചു കൊടുത്തിട്ട്, നെഞ്ചിടം കാണിച്ചു കൊടുത്തിട്ട് ആ അമ്പുകൾ ഏറ്റുവാങ്ങിയൊക്കെയാണ്. ഞാനെങ്ങാനും മാറിയാൽ എൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ അത് തറക്കും എന്നുള്ളത് കൊണ്ട് 70ഓളം അമ്പുകൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ വീഴുമ്പോൾ മരിച്ചിട്ടില്ല. നിലത്ത് വീണപ്പം ബോഡി ശരീരം എന്ത് ചെയ്തിട്ടില്ല, നിലത്ത് സ്പർശിച്ചിട്ടില്ല എന്ന്. കാരണം എന്തുകൊണ്ടാ? അമ്പ് തുളഞ്ഞാണ്ട് കയറിയിട്ട് അത്രയും അമ്പുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്ന്. ഇങ്ങനെ ഓരോ സഹാബത്തിന്റെ ചരിത്രം, സഹാബ വനിതകളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഉള്ള സമ്പത്തൊക്കെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഒരു സ്ത്രീ അള്ളാഹിന്റെ റസൂലിന്റെ ആ വിളിയാളം കേട്ടപ്പോൾ ഒരു കുഞ്ഞ് പൈതലുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകുകയാണ്, കൈക്കുഞ്ഞുമായിട്ട്. എന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തരാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങേക്ക് നേരെ വരുന്ന വെട്ടുകളും കുത്തുകളും അമ്പുകളും ഒക്കെ തടുക്കാൻ എൻ്റെ ഈ കുഞ്ഞിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് എന്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ലേ ഹദീസ്, സ്വന്തം ശരീരത്തെക്കാൾ, മക്കളെക്കാൾ, മറ്റു വസ്തുക്കളെക്കാൾ, ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനേക്കാൾ ആരായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ? അള്ളാഹുവിൻ്റെ റസൂലായിരിക്കണം എന്ന്. എങ്കിലേ യഥാർത്ഥ മുസ്ലിമാവുള്ളൂ എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നബിതങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചക സ്നേഹി. പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചക സ്നേഹി എന്ന് നമ്മൾ തിരിച്ചറിയുക. അതല്ലാതെ ഏതെങ്കിലും മാസങ്ങളിലും ദിവസങ്ങളിലും മാത്രം ലൈറ്റും കത്തിച്ച് പായസം വിതരണം ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി 2 ദിക്റും ചൊല്ലി ആളുകളെ കയ്യിൽ നിന്ന് പോക്കറ്റിലേക്ക് പൈസയും വാങ്ങി സംഭവം പിരിച്ചുവിട്ടാൽ അവൻ പ്രവാചക സ്നേഹിയല്ല, മറിച്ച് അള്ളാഹിൻ്റെ റസൂലിനെ എതിര് പ്രവർത്തിച്ചവനാണെന്ന്. അങ്ങനെ ആരെങ്കിലും പ്രവാചകൻ ദീനിൽ പഠിപ്പിക്കാത്ത കാര്യം പഠിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ്? അവൻ ബിദ്അത്ത് ചെയ്തു, ബിദ്അത്ത് ചെയ്തവൻ നരകത്തിലാണ് എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ള പറയാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു എന്നാണ് പറഞ്ഞാലോ. എന്താ? ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, അവൻ്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന്. മനസ്സിലായുണ്ടോ? അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഹദീസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് ഒന്ന് കേൾക്കാം. وَلَئِنْ أَطَعْتُمْ بَشَرًا مِثْلَكُمْ إِنَّكُمْ إِذًا لَخَاسِرُونَ. ഓക്കെ അല്ലേ? വലഇൻ അത്തഅതും, അവിടെ വന്ന തജ്വീദിൻ്റെ നിയമങ്ങൾ ഇൽഹാറുൽ ഹൽഖിയാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ അത്തഅതും ബശറൻ എന്നുള്ളത് ഇഖ്ഫാ ഉ ശഫവിയാണ്, നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് കേട്ടോ സൂചിപ്പിച്ച് പോണത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നോട്ട്സ് ഗ്രൂപ്പിലിടുന്നുണ്ട്. ബശറം മിസ്ലക്കും, അവിടെയും ഇദ്ഗാമു ബിഗുന്നയാണ്. അതുപോലെ ഇവിടെ മിസ്ല, മീമ് ഷദ്ദുള്ള മീമും നൂനും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇൽഹാർ ഷഫവിയാണ്. പിന്നെ ഇദ്ഗാമും ബിഗൈരി ഉന്ന അല്ലേ, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? ലാമ് വന്നതുകൊണ്ട് അല്ലേ. ലാമ റോ ഈ തൻവീന് ശേഷം വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല?
വെളിവാക്കിയിട്ടാണ് ഓതേണ്ടത്. പിന്നെ മദ് ആരലി സുക്കൂൻ, അവസാനത്തിൽ സുക്കൂന് കൊടുത്ത് അവസാനിപ്പിക്കുമ്പം 2 മുതൽ 6 ഹർക്കത്ത് വരെ നീട്ടി ഉച്ചരിക്കുക എന്നുള്ളതാണ്. വല ഇൻ അത്തഅ്തും, നിങ്ങൾ അനുസരിച്ചുവെങ്കിൽ, ബഷറൻ ഒരു മനുഷ്യനെ, മിസ്ലക്കും നിങ്ങളെപ്പോലെയുള്ള, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, ഇതല്ല ഖാസിറൂൻ അപ്പോൾ എന്താകും? നഷ്ടക്കാരിൽ തന്നെ. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു നൂഹ് നബിക്ക് ശേഷം വന്ന ജനത, ആ ജനതയിലേക്ക് വന്ന പ്രവാചകൻ, ആ പ്രവാചകനോട് ജനങ്ങൾ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. കണ്ടോ? അതല്ലേ പറഞ്ഞ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ആയത്തിൽ പറയാണ്, വല ഇൻ അതഅ്തും ബശറൻ മിസ്ലക്കും ഇന്നക്കും ഇതല്ല ഖാസിറൂൻ, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളപ്പോൾ നഷ്ടക്കാർ തന്നെയായിരിക്കും. മനസ്സിലായുണ്ടോ? അതാണ് ആയത്തിലുള്ള അർത്ഥം. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളപ്പോൾ നഷ്ടക്കാർ തന്നെയാകുന്നു. അടുത്ത ആയത്തും കൂടെ കേട്ടിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. أيعدكم أنكم إذا متم وكنتم ترابا وعظاما أنكم مخرجون. എവിടൊക്കെ തജ്വീദ് നിയമമുള്ളത്? അയഇദുക്കും, പിന്നെ ഇദാ മിത്തും വകുന്തും, ഇൽഹാറു ഷഫവി, പിന്നെതാ ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും. ഇവിടെ ഇഖ്ഫാഉൽ ഹക്കീക്കി, തുറാബം വ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇദ്ഗാമും ബിഉന്ന, വഇലാമൻ അന്നക്കും, ഇത് ഇദ്ഗാമു ഷഫവി, മദ് ആരിദ് ലിസുക്കൂൻ. അയഇദുക്കും, അവൻ നിങ്ങളോട് താക്കീത് ചെയ്യുന്നുവോ, അന്നക്കും നിങ്ങളാണെന്ന്, ഇതാ മിത്തും നിങ്ങൾ മരണപ്പെട്ടാൽ, വകുന്തും നിങ്ങളാകുകയും ചെയ്താൽ, മരണപ്പെട്ടിട്ട് നിങ്ങൾ ആകുകയും ചെയ്താൽ എന്ത്? തുറാബൻ മണ്ണായി മാറിയതിന് ശേഷം, വഇലാമൻ എല്ലുകളും, അന്നക്കും മുഖ്റജൂൻ നിശ്ചയമായി നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണെന്ന്. കണ്ടോ? നിങ്ങൾ മരിക്കുകയും മണ്ണും അസ്ഥിശകലങ്ങളുമായി തീരുകയും ചെയ്താൽ നിങ്ങൾ വീണ്ടും ജീവനോടെ പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ അവൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്? ആർക്കാണ്? ആരെക്കുറിച്ചാ പറയണത്? അതായത് മരിച്ച് മണ്ണായതിനു ശേഷം, അസ്ഥികളായതിനു ശേഷം വീണ്ടും ജീവനോടെ പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ അവൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്? അതാണോ പറയണത്? കണ്ടോ? പരലോക നിഷേധം. ആദ്യം എന്ത് ചെയ്തു? സത്യനിഷേധം. അതെങ്ങനെ വന്നു? പ്രവാചകൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് സത്യത്തെ തള്ളിക്കളഞ്ഞു, കിബർ, അഹങ്കാരം. രണ്ടാമത്തെ എന്താണ്? പരലോക നിഷേധം. ഒരാൾ മരിച്ച് മണ്ണായി പോയാൽ പിന്നെയും ആ അസ്ഥികളെയും ഒക്കെ ജീവനോടെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വിശ്വസിക്കണ ചങ്ങായിമാർ എത്തങ്ങളെ കഥ എന്ന് നമ്മൾ ചോദിക്കൂലേ? അതേപോലെ ആ സമുദായത്തിലുള്ള ആൾക്കാർ ചോദിക്കാണ്. മനസ്സിലായണ്ടോ? പരലോകത്തെത്തുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടുന്ന ഖുർആൻ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. യാ ലൈതനീ കുന്തു തുറാബാ, സൂറത്തു നബഇല് അല്ലാഹ് പറയുന്നുണ്ട്. പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ അള്ളാഹു പരലോകത്ത് വിചാരണയുടെ സമയത്ത് ഇങ്ങനെ പറയും, കുന്തു തുറാബ, നിങ്ങൾ മണ്ണായി പോയിക്കോളീൻ, കഴിഞ്ഞു, അതോടുകൂടി പിന്നെ ഓൽക്കൊന്നുമില്ല. ഇതിങ്ങനെ കാണുന്ന കുറ്റവാളികളായ മനുഷ്യന്മാര് അവിടെ വെച്ചിട്ട് വിലപിക്കുമെന്നാണ്. എന്ത്? യാ ലൈതനീ കുന്തു തുറാബ, ഞങ്ങളും മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം എന്താ? ഒരു വിചാരണ ശിക്ഷയൊന്നുമില്ല, മണ്ണായി പോകാൻ പറഞ്ഞൊക്കെയാണ്. അപ്പം ഞങ്ങളും അങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന്, മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് വിലപിക്കുന്നൊരു സമയമുണ്ടെന്ന്.
പക്ഷെ അവിടെ എന്തില്ല, അവിടെ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. കൃത്യമായിട്ട് ഓരോ കുറ്റവാളികൾക്കും ബോധ്യപ്പെടുന്ന, ഫിറൗന് പോലും ബോധ്യപ്പെട്ടൊരു സമയമാണ് അല്ലേ. ഫിറൗന് പോലും പറഞ്ഞു മൂസയുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അള്ള പറഞ്ഞു സമയം കഴിഞ്ഞു ഈ ഫിറൗനൻ. അള്ള പറഞ്ഞു സമയം കഴിഞ്ഞു. അതിൻ്റെ മുമ്പായിരുന്നെങ്കിൽ എന്തായിരുന്നു, അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. പക്ഷെ സമയം കഴിഞ്ഞു എന്നാ പല ആൾക്കാർക്കും അവിടെ വെച്ചിട്ട് ആ സമയത്താണ് ബോധ്യപ്പെടുക അല്ലേ. നിസ്കരിക്കാത്തവർക്ക്, സ്വതക്ക കൊടുക്കാത്തവർക്ക്, നല്ല കർമ്മങ്ങൾ ചെയ്യാത്തവർക്ക്, സ്വാലിഹ്യങ്ങളുടെ കൂടെ നടക്കാത്തവർക്ക് ഒക്കെ മലക്കുൽ മൗത്തിനെ കൺമുന്നിൽ കാണുമ്പോൾ വിലപിച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മലക്കുൽ മൗത്ത് മരണത്തിന്റെ സമയത്ത് അള്ളാഹു സമയം നിശ്ചയിച്ച ആളുകളിലേക്ക് വരും. ആ മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ മനുഷ്യൻ പറയും എന്ത്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ. എന്താ പറയാ, പടച്ചോനെ കുറച്ചും കൂടെ സമയം എനിക്കൊന്ന് നീട്ടിത്തായൂ. ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം, കുറച്ച് നേരം കൂടെ ഒന്ന് നീട്ടിത്തരൂ എന്ന് മലക്കുൽ മൗത്തിനെ കൺമുന്നിൽ കാണുമ്പോൾ മനുഷ്യൻ വിലപിച്ചു പോകുമെന്നാണ്. ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ ഇതേപോലെയുള്ള രംഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുവരെ തോന്നിവാസിയായി ജീവിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ എല്ലാ വൃത്തികേടുകളും ചെയ്ത് ജീവിച്ച മനുഷ്യൻ മലക്കുൽ മൗത്തിനെ തൻ്റെ കൺമുന്നിൽ കാണുമ്പം വിലപിച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിസ്കരിക്കാനുള്ള സമയമുണ്ടോ? സ്വതക്ക കൊടുക്കാനുള്ള സമയമുണ്ടോ? നല്ലത് പ്രവർത്തിക്കാനുള്ള സമയമുണ്ടോ? ഒന്നിനുമില്ല. ഒന്നിനുമില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹ് എന്ത് ചെയ്യൂല, നീട്ടിത്തരില്ല എന്നാണ്. ഒരു സെക്കൻഡ്. അതുകൊണ്ട് ആ സമയത്ത് വിലപിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? അതിനു മുമ്പേ കാര്യങ്ങൾ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ നമ്മൾ ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ത് ചെയ്യാണ്? പരലോകത്തെയും അവർ നിഷേധിച്ചു, സത്യത്തെയും നിഷേധിച്ചു. ഏറ്റവും വലിയ സത്യം എന്താ? അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നുള്ളത്. ആ ആരാധിക്കണമെന്ന് പറഞ്ഞതൊരു മനുഷ്യനായതുകൊണ്ട് ആ പ്രവാചകനെ എന്ത് ചെയ്തു? അവർ നിഷേധിച്ചു. മനസ്സിലായുണ്ടോ? പിന്നെയോ അടുത്ത ആയത്ത് കൂടി കേട്ടോ. هيهات هيهات لما توعدون. അതിന്റെ തജ്വീദ് നിയമങ്ങൾ നോക്ക്. മദ് ആഡിൽ സുക്കൂൻ അവിടെ തന്നെ ഉള്ളൂ കേട്ടോ. ഹൈഹാത്ത, ഹൈഹാത്ത് എന്താ? ഹൈഹാത്ത എന്ന് പറഞ്ഞാൽ വിദൂരം, അസംഭവ്യം, സംഭവിക്കാത്ത കാര്യം, ഒരിക്കലും സംഭവിക്കൂല. മനസ്സിലായുണ്ടോ? അതാണ് ഹൈഹാത്ത്. ലിമാ തുഅദൂൻ, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം. അതായത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ വാഗ്ദാനം അതെത്ര വിദൂരമാണ്. അടുത്ത ആയത്ത് കൂടെ നോക്ക്, എന്നിട്ട് വിശദീകരിക്കാം. إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. അപ്പോൾ ഇതിലുള്ള തജ്വീദ് നിയമങ്ങൾ നോക്കിക്കോ. ഇൻ ഹിയ അവിടെ ഇൽഹാറുൽ ഹൽഖിയാണ്. ഹയാത്തുനദ്ദുന്യ ഹംസത്തുൽ വസ്ല്, അതുപോലെ തന്നെ ഇൽഹാർ ദുന്യ, ഹുറൂഫുൽ കൽക്കല, ബിമബ് ഉണ്ടോ? മബ് കുത്തുബ് ജദ്ദിന്റെ അക്ഷരം. അതുപോലെ മദ്ദുൽ ആരിൽ സുക്കൂൻ, അവസാനം നിർത്തുമ്പം 6 ഹർക്കത്ത് വരെ നീട്ടാം. ഇൻഹിയ അതല്ല, ഇല്ലാ ഹയാത്തുന നമ്മുടെ ജീവിതമല്ലാതെ, അദ്ദുന്യ ഐഹികമായ, ഈ ദുനിയാവിലെ ജീവിതം ഐഹികമായ, നമൂത്തു നാം മരിക്കുന്നു, വനഹിയ നാം ജീവിക്കുകയും ചെയ്യുന്നു, വമാ നഹ്നു നാം അല്ലാതെ തന്നെ ബിമബൂസീൻ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. ജീവിതമെന്നത് നമ്മുടെ ഈ ഐഹിക ജീവിതം മാത്രമാകുന്നു. നാം ഇവിടെ മരിക്കുന്നു, നാം ജനിക്കുന്നു, നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല തന്നെ.
ഇതാണ് അവര് പറഞ്ഞത്. ആര്? അവിശ്വാസികൾ. ഏതവിശ്വാസികൾ? എല്ലാ അവിശ്വാസികളും പറയുന്നത് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഏതാ വിശ്വാസികളെ കുറിച്ചാ? ഹൂദ് നബിയുടെ സമുദായത്തെക്കുറിച്ചാണ് ഓല് പറയണത്. ഓലിപ്പം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങള്, ഒന്ന്, നബിമാരെ മനുഷ്യരാണെന്ന കാരണത്താൽ നിരസിച്ചു. നബിമാര് വിശ്വസിക്കാൻ പറ്റൂല, കാരണം എന്താ, നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞ നിഷേധിച്ചു. രണ്ടാമത്തെ, ആഖിറത്ത്, മരണാനന്തര ജീവിതം അവരെന്ത് ചെയ്തു? അതിൽ അവിശ്വസിച്ചു. മാത്രമല്ല, അഹങ്കാരം മനുഷ്യനെ സത്യത്തിൽ നിന്ന് എന്ത് ചെയ്തു? അകറ്റി. മനസ്സിലായിട്ടോ? ഇതൊക്കെ നമ്മൾ മുമ്പും പറഞ്ഞ തന്നെയാണ്. പിന്നെന്താ പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച് കള്ളം പറയുന്നത് വലിയ പാപമാണ് എന്നുള്ളത് ഒരു ആയത്തും കൂടെ ഇതിൽ എടുക്കാനുണ്ട്. അതും കൂടെ എടുത്തിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ എന്നാണോ? അവിടെ നൂനുണ്ട്, തൻവീനാണത്. ഇത് മുസ്താഫിൽ കാണിക്കാറുണ്ട്. പക്ഷെ അത് നമുക്ക് ആ തൻവീന് വന്നാൽ തന്നെ എന്ത് ചെയ്യും? മനസ്സിലാവും. ഇൻഷാ അല്ലാ നമുക്ക് നോക്കി നോക്കാം തജ്വീദ് നിയമത്തിൽ. കണ്ടാ, ഇൻഹുവ അവിടെ ഇൽഹാറുൽ ഹൽഖിയാണ്. റജുലുൻ ഇഫ്തറ എന്നാണ്. അപ്പൊ എങ്ങനെ ഓതുക? റജുലു നിഫ്തറ എന്നാണ്. മനസ്സിലായുണ്ടോ? ആ ഖിറാഅത്ത് ഒന്നും കൂടി കേട്ടോക്കി നിങ്ങള്. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. ഓക്കെ അല്ലേ? ഇതിങ്ങനെ കേൾപ്പിച്ചിരുന്ന എന്തിനാ അറിയോ? നമ്മൾ ഓതുമ്പോ ഇൻഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാഹു, ചിലപ്പോ അഫ്തറാന്നൊക്കെ ഓതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓതരുത്. അത് തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. കാരണം അതിനെ നമ്മളിപ്പോൾ ഈ പഠിപ്പിച്ചു തരുന്നത് കൃത്യമായിട്ട് ഓരോന്നും അതിൻ്റേതായ രൂപത്തിൽ തന്നെ ഖുർആൻ എന്ത് ചെയ്യണം, നമ്മൾ ഓതണം എന്നുള്ളത് പറയാൻ. അതേപോലെ തന്നെ ഹംസത്തുൽ വസ്ൽ ഇഫ്തറ എന്നുള്ളത്, അതുകൊണ്ട് നമ്മൾ ഹംസത്തുൽ വസ്ൽ എന്ത് ചെയ്യൂല? ഉച്ചരിക്കൂല. പിന്നെ കദിബൻ വമ, ഇത് മുമ്പി ഉന്നയാണ്. മദ് ആരലി സുക്കൂൻ. ഇൻഹുവ അവനല്ല, ഇല്ലാ റജുലുൻ ഒരു പുരുഷനല്ലാതെ, ഒരു മനുഷ്യനല്ലാതെ അല്ല. ഇഫ്തറ, ഇഫ്തറ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവസാനിപ്പിക്കണം കേട്ടോ. ഇഫ്തറ എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിച്ചമച്ചു അല്ലെങ്കിൽ കെട്ടിപ്പറയുന്ന. അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ. കദിബൻ കളവ്. അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന ഒരു മനുഷ്യനല്ലാതെ മറ്റൊന്നുമല്ല. വമാ നെഹനു നാം അല്ല തന്നെ ലഹു അവനെ ബിമുഅ്മിനീൻ വിശ്വസിക്കുന്നവരല്ല. അള്ളാന്റെ പേരിൽ കള്ളം ചമച്ച് പറയുന്നവനാണ്, അതുകൊണ്ട് ഓനെ നമ്മൾ വിശ്വസിക്കൂല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഓല് പറഞ്ഞ്. ഇവൻ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച ഒരു പുരുഷൻ മാത്രമാകുന്നു, ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നവരെ അല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പേരിൽ കള്ളവും പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ആരെ കള്ളം കെട്ടിച്ചമച്ച്? ഇവരാണ്. മനസ്സിലായുണ്ടോ? അതുകൊണ്ട് നബിമാരെ മനുഷ്യരാണെന്ന കാരണത്താൽ തള്ളിക്കളഞ്ഞു, നിസ്സാരവൽക്കരിച്ചു. ആഖിറത്തിനെ അവർ നിഷേധിച്ചു. അതുപോലെ തന്നെ അഹങ്കാരം സത്യത്തിൽ നിന്ന് അവരെ തടഞ്ഞു. അള്ളാഹുവിനെ കുറിച്ചുള്ള കള്ളം പറയുന്നത് വലിയ പാപമാണെന്ന് അള്ളാഹു ഇതിലൂടെ, ഈ ആയത്തിലൂടെ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയും ചെയ്യാണ്. മാത്രമല്ല, നൂഹ് നബിയുടെ ജനതയ്ക്ക് ശേഷം വന്ന ആദ് സമൂഹത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഹൂദ് നബിയെ സംബന്ധിച്ചാണ് ഈ വിശദീകരിച്ചിട്ടുള്ളത്. ഹൂദ് നബിയെക്കുറിച്ചാണ് അവരങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞത്. അപ്പം ഇതിലൊന്ന്, പ്രവാചകൻ മനുഷ്യനാണെന്ന കാരണത്താൽ നിഷേധിക്കൽ പാടുണ്ടോ? ഒരു മനുഷ്യനാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് നിഷേധിക്കാൻ പാടുണ്ടോ? പറഞ്ഞ ആളെ നോക്കിയിട്ടാണോ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളെ ഉമർ മൗലവി ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് എന്നുള്ള പ്രായമുള്ള ആൾക്കാർ പറയണേ കേട്ടണ്. ഓർമ്മകളുടെ തീരത്ത് എന്നുള്ളതിലുണ്ടത്. എന്ത്? ആളെ നോക്കേണ്ട തെളിവ് നോക്കിയാൽ മതിയെന്ന്. മനസ്സിലായുണ്ടോ? തെളിവ് നോക്കിയാൽ മതി. ആളെ നോക്കിയിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഒരു സത്യം ഉൾക്കൊള്ളൽ എന്നാണ്. വലഇൻ അതഅതും ബശറൻ മിസ്ലക്കും
ഇന്നക്കും ഇദല്ല ഖാസിറൂൻ. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു യാസീനിലെ 15-ാമത്തെ ആയത്ത്, ഖാലു ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന, എന്താണ്, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. അതേപോലെ തന്നെ കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹ ഇലയ്യ, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് വഹി ലഭിക്കുന്നു എന്ന് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹ് പറയുന്നുണ്ട്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ പ്രവാചകന്മാർ മനുഷ്യരാണെന്ന നിലക്ക് അവർ കൊണ്ടുവരുന്ന സത്യത്തെ ഉൾക്കൊള്ളാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ സത്യം ഉൾക്കൊണ്ടില്ല. കാരണം അവർ പറഞ്ഞ കാരണം എന്താ, ന്യായം എന്താ, നിങ്ങൾ മനുഷ്യനാണെന്നാ. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. കാരണം സത്യം പറയുന്നത് ആരാണ് എന്നതല്ല പ്രധാനം. സത്യം ആരാണോ പറയുന്നത് ആ സത്യത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ആ വ്യക്തിയെയല്ല. മനസ്സിലായല്ലോ? അതായത് പറയപ്പെടുന്ന സന്ദേശം സത്യമാണോ അസത്യമാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇവിടെ ഇപ്പം എന്താ ചെയ്തത്, അള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്ത, അവരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ദൂതന്മാരാണ്. ആ ദൂതന്മാരെയാണ് അവർ നിഷേധിച്ചത്. അവർ നിഷേധിക്കാൻ കാരണം എന്താ, അവരെ പോലെയുള്ള മനുഷ്യരായി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഓല് പറയുന്ന ആ സത്യം സത്യമാണോ അസത്യമാണോ എന്നല്ല ഓല് എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയത്. ഓല് അസത്യത്തിന് കാരണമായി പറഞ്ഞത് എന്താ, അവര് മനുഷ്യരാണ് എന്നുള്ളതാണ്. അപ്പൊ അതൊരു മാനദണ്ഡമല്ല. ഒരു സത്യം സ്വീകരിക്കാൻ ആര് പറഞ്ഞാലും അത് നമ്മൾ ഉൾക്കൊള്ളണം. സത്യമാണെങ്കിൽ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം. അതാണ് അതിലെ ഏറ്റവും വലിയൊരു പാഠം നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ മറ്റൊന്ന്, മരണാനന്തര ജീവിതത്തെ പരിഹസിക്കൽ. ഈ മണ്ണും അതുപോലെ എല്ലുകളുമായി തീർന്ന ശരീരം വീണ്ടും എന്ത് ചെയ്യുക, ജീവിപ്പിക്കേ, ഇതൊക്കെ എന്ത് കഥയായി പറയണേ, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവരെ നിഷേധിച്ചത് എന്തിനെയാണ്, മരണാനന്തര ജീവിതത്തെയാണ്. വിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്ന്. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നിർജീവമായ ഒന്നുമില്ലാത്ത ഭൂമിയിൽ നിന്ന് അള്ളാഹു സസ്യങ്ങളെ മുളപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂം 27-ാമത്തെ ആയത്തിൽ, അതുപോലെ സൂറത്തു യാസീൻ 79-ാമത്തെ ആയത്തിൽ, പിന്നെ 64-ാം അധ്യായം സൂറത്തു തഗാബുൻ 7-ാമത്തെ വചനം, അൻആമിൽ 32, ഇതൊക്കെ എന്താണ്, വിശുദ്ധ ഖുർആനിൽ ഓരോ കാര്യങ്ങളെയും കൃത്യമായി തെളിവുകൾ സഹിതം മനുഷ്യ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, മരണാനന്തര ജീവിതത്തെ പരിഹസിക്കൽ, അതിനുള്ള തെളിവാണത്. രണ്ടാമത്തേത് പിന്നെ പരലോകത്തെ അസാധ്യമെന്ന് പ്രഖ്യാപിക്കൽ. പരലോകമൊന്നും ഉണ്ടാവില്ല, മരിച്ചു കഴിഞ്ഞാൽ മണ്ണായി, പിന്നെ വേറൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയൽ. ഐഹാത്ത ലിമാ തുഅദൂൻ. പിന്നെ ഖുർആനിലെ 64:7, സഅമല്ലദീന കഫറു അല്ലൻ യുബ്അസു ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന. അവിശ്വസിച്ചവർ തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാദിച്ചു. പറയുക, അതെ, എൻ്റെ രക്ഷിതാവാണ് സത്യം, നിങ്ങൾ തീർച്ചയായും എന്തെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇത് അല്ലാഹ് പറഞ്ഞ. അവിശ്വാസികൾ എന്താ പറഞ്ഞ്, നമ്മളിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂലാന്ന്, ഇനിയൊരു ജീവിതമല്ല, അതോടുകൂടി കഴിഞ്ഞു എന്ന് പറയാം. അതുപോലെ ഐഹിക ജീവിതം മാത്രമാണെന്ന ചിന്ത, നമുക്കിവിടെ മാത്രമേ ജീവിതമുള്ളൂ. നമ്മൾ പഠിച്ചില്ലേ, ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുന്യ നമൂത്തു വനഹിയ വമാ നഹ്നു ബിമബൂസീൻ. നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കണ് മരിക്കണ് പിന്നെ അങ്ങനെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള വാദം.
വമൽ ഹയാത്തുദ്ദുന്യ ഇല്ലാ ലഇബുൻ വലഹുൻ വലദ്ദാറുൽ ആഖിറത്തു ഖൈർ. അതാണ് ഖുർആനിലെ അൻആമിൽ 32-ാമത്തെ ആയത്ത്. നേരെ ഈ പറഞ്ഞതിന് നേരെ സത്യം സ്ഥാപിക്കുകയാണ് ഇവിടെ അല്ലാഹ്. ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാണ് എന്നാണ് ചില ആൾക്കാരൊക്കെ ധരിച്ചു വെച്ചത്. എന്നാൽ പരലോക ഭവനമാണ് ഖൈർ, ഉത്തമം. ഇപ്പം പരലോകം ഉണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തലുകളാണ്. അതുപോലെ തന്നെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് തുമ്മ ഇലൈനാ തുർജഊൻ, അതും ഇതിന് തെളിവാണ്. ഏത്? ഓരോ ആത്മാവും മരണത്തെ രുചി അറിയുന്നതാണ്, പിന്നീട് നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകനെ കളവാക്കുക. ഇൻഹുവ ഇല്ല റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇവൻ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച ഒരാൾ മാത്രമാണ്, ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ പ്രവാചകൻ അവിടെ എന്ത് ചെയ്തു? നിഷേധിച്ചു. കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. അവർക്ക് മുമ്പുള്ളവരിലേക്ക് ഒരു ദൂതൻ വന്നപ്പോഴെല്ലാം മാന്ത്രികൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതായത് മുമ്പുള്ള പ്രവാചകന്മാരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ അവർ പരിഹസിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ 5 കാര്യങ്ങൾ ആദ് സമുദായത്തിലുള്ള ആൾക്കാർ ഹൂദ് നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹൂദ് നബി അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനോടല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെയുള്ള സത്യങ്ങൾ പറഞ്ഞപ്പോൾ ആ സത്യം അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. കാരണം ആ സത്യത്തെ നിഷേധിക്കാൻ, ഉൾക്കൊള്ളാതിരിക്കാൻ അവർക്ക് പറഞ്ഞ ന്യായങ്ങളാണ്, അതിന് അള്ളാഹു കൊടുത്ത മറുപടികളുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. പരലോക വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട്. എന്ത്? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യകുൽ ഖൈറാ ഔ ലിയസ്മുത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ അവൻ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. ഉണ്ടോ? അപ്പൊ പരലോക വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഐഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറ സബീൽ ഔ ആബിറ സബീൽ. എന്താ പറഞ്ഞ്? അവിടെയും അല്ലാഹ് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നീ ഒരു അന്യനെയോ വഴിപോക്കനെയോ പോലെയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നും ജീവിക്കുന്നവനല്ല എന്നർത്ഥം, തിരിച്ചു പോകേണ്ടവനാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ടുള്ള ഹദീസാട്ടോ പറഞ്ഞ്, നേരത്തെ ഖുർആൻ പറഞ്ഞു, ഇത് ഹദീസാണ്. ഇവിടെയും അല്ലാഹ് പറയുന്നുണ്ട്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെയും അല്ലാഹ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എന്താ? ഉയർത്തെഴുന്നേൽപ്പിന്റെ ആയത്ത് പറഞ്ഞതിന് ശേഷം പ്രവാചകന്റെ ഹദീസാണ്. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാത്തൻ ഉറാത്തൻ ഉർല. എന്താ? ഖിയാമത്ത് നാളിൽ മനുഷ്യൻ നഗ്നരായും ചെരുപ്പില്ലാത്തവരായും സുന്നത്ത് ചെയ്യപ്പെടാത്തവരായും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇത് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പ്രവാചകൻ ആയത്ത് പറഞ്ഞു, പ്രവാചകന്റെ ഹദീസും ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന്ന് നമ്മൾ ആകെ പഠിക്കാനുള്ള എന്താ? എല്ലാ പ്രവാചകന്മാരോടും നിഷേധികൾ ഒരേ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത്തത്, അഹങ്കാരം സത്യം സ്വീകരിക്കുന്നതിൽ ഏറ്റവും വലിയ തടസ്സമാണ്. അല്ലേ? ഫിറൗനെ മൂസാ നബിയിൽ വിശ്വസിപ്പിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അഹങ്കാരാണ്. ആദം നബിനെ സൃഷ്ടിച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ ഇബ്ലീസ് പറഞ്ഞെന്താ? എന്തുകൊണ്ടാ ആദം നബിയെ ഇബ്ലീസെ സ്വീകരിക്കാതെ പോയത്? ഇബ്ലീസിന്റെ അഹങ്കാരായിരുന്നു. മനസ്സിലായിണ്ടോ? മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മരണാനന്തര ജീവിതം ഖുർആന്റെ അടിസ്ഥാന സന്ദേശങ്ങളിൽ ഒന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് അത് അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചവരെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്.
ആദ്യം ഒരു സംഗതി ഒന്നുമില്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരുത്തന് പിന്നീടൊന്നും ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇപ്പം ഞാൻ ഈ മൊബൈൽ ഉണ്ടാക്കി, ഒരു മൊബൈൽ ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടണം. ആദ്യത്തെ സൃഷ്ടിയാണിത്. ഇതിന് എനിക്ക് ഒരുപാട് ഇടങ്ങേറേണ്ടി വരും. രണ്ടാമത് ഇതേപോലെ ഒന്നുണ്ടാക്കാനോ എനിക്ക് വളരെ ഈസി ആയിരിക്കും. ഒന്ന് സൃഷ്ടിച്ചവന് മറ്റൊന്നുണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതിന് റബ്ബ് കഴിവുള്ളവനാണെന്ന. പിന്നെ ഐഹിക ജീവിതം താൽക്കാലികമാണ്, ശാശ്വത ജീവിതം പരലോകത്തിലാണ്. ഇവിടുത്തത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആമാറു മിൻ ഉമ്മത്തി മബൈന സിത്തീന വസബീൻ, 60-70 ഇടക്കാണ്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള. പിന്നെന്താണ്? പിന്നെ വേറൊരു ജീവിതമുണ്ട്, അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന വിശ്വാസം. അതാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവല്ല നമുക്ക് ശാശ്വതമായിട്ടുള്ളത്, ആഖിറമാണ്. അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കുന്നവർ പലപ്പോഴും തെളിവുകൾക്ക് മറുപടി പറയാതെ വ്യക്തികളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അത്ര കൃത്യമാണ് അല്ലേ? സത്യത്തെ നിഷേധിക്കുക, ആ നിഷേധത്തിന് തെളിവുകൾ പറയുമ്പം മറുപടി കൃത്യമായിട്ട് പറയുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യുക? വ്യക്തികളെ ആക്രമിക്കും. ഇപ്പൊ റബീഉൽ അവ്വൽ മാസത്തിലെ ഇങ്ങനെയൊന്നുമില്ല നിങ്ങൾ പറഞ്ഞു നോക്കി, തെളിവുകൾ കൊടുത്തു നോക്കി. ഓല് നിങ്ങളെയാണ് എന്ത് ചെയ്യുക? ആക്രമിക്കുക. ആക്രമിക്കുക മീൻസ് ആ തെളിവുകളെല്ലാം സ്വീകരിക്കുക. അവർക്ക് തെളിവ് വേണ്ട. അവർക്ക് എന്ത് മതി? അവർക്ക് ഈ അനാചാരങ്ങൾ മതി. ഇതൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ, റബീഉൽ അവ്വൽ എന്നുള്ളത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? പറയുന്ന വ്യക്തി ആരാണ് നിങ്ങൾ നോക്കണ്ട. തെളിവ്, ആ പറഞ്ഞത് സത്യമാണോ അസത്യമാണോ എന്ന് മാത്രം നമ്മൾ നോക്കുക, സ്വീകരിക്കുക. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, പരലോകത്തെ നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, ആഖിറാണ് എന്നെന്നും ഉള്ളത്. അതേപോലെ തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കുന്നവരാകരുത്, അതുപോലെ സത്യത്തെ നിഷേധിക്കുന്നവരാകരുത്. അഹങ്കാരത്തിന്റെ ഡെഫിനിഷൻ തന്നെ റസൂലുള്ള പറഞ്ഞെന്താ? അൽ ഖിബ്റു ബത്റുൽ ഹഖി വ ഗംതുന്നാസ്ന. ജനങ്ങളെ നിസാരനായി കാണലും സത്യത്തെ തള്ളിക്കളയലുമാണ് എന്ത്? കിബിർ എന്ന് പറഞ്ഞാൽ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മളൊക്കെ. അതുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഹൂദ് നബിയുടെ ജനത അദ്ദേഹത്തെ മനുഷ്യനാണെന്ന പേരിൽ നിഷേധിക്കുകയും മരണാനന്തര ജീവിതത്തെ പരിഹസിക്കുകയും അള്ളാഹുവിൻ്റെ സന്ദേശത്തെ കള്ളമാക്കുകയും ചെയ്തു. അവരുടെ അഹങ്കാരവും ഭൗതികവാദ ചിന്തയും അവരെ സത്യത്തിൽ നിന്ന് അകറ്റി. ഖുർആൻ ഈ ചരിത്രം വിവരിക്കുന്നത് വിശ്വാസികൾ അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. അതിനാൽ ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിനയത്തോടെ സ്വീകരിക്കുകയും പരലോക ജീവിതത്തിനായി തയ്യാറെടുക്കുകയും പ്രവാചകന്മാരുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഇതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള സന്ദേശം. ഇനി ഇതിൽ മാലി മുലാരി അമ്രുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇത്രയും പാഠഭാഗങ്ങൾ, ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി പ്രാർത്ഥന നമുക്ക് രക്ഷയാണ് എന്നും സത്യനിഷേധം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തള്ളിക്കളയാൻ ഒരിക്കലും സാധ്യമല്ല എന്നും അതുപോലെ തന്നെ മുമ്പുള്ള സമൂഹങ്ങളുടെ നാശത്തിൻ്റെ മുന്നറിയിപ്പുകളും ഒക്കെ ഈ അടുത്ത ആയത്തുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു ഈ സൂറത്തിലൂടെ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വിശദീകരിക്കാം. പക്ഷെ ഓരോ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. കാരണം അള്ളാഹിൻ്റെ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് നമ്മൾ പഠിച്ചാൽ അതിന് 10 കൂലിയാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അനാവശ്യമായ സമയങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളൊക്കെ
നമ്മൾ ഈ 24 മണിക്കൂറിൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ 1 മണിക്കൂറെങ്കിലും അള്ളാന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അത് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സ്വർഗം നമുക്കുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുമെന്ന് റസൂലുള്ള പറഞ്ഞതാണ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അള്ളാന്റെ റസൂൽ അള്ളാന്റെ ദീന് കേൾക്കാനും ഖുർആൻ പഠിക്കാനും വേണ്ടി വന്നിരിക്കുന്ന ആളുകൾക്ക് കൊടുത്ത മഹത്വം അതാണ്. അതുപോലെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമെന്ന്. നോക്കുങ്ങൾ, ഇതിലേറെ വലുത് നമുക്ക് ഇനി എന്താ വേണ്ടത്? സ്വർഗം കിട്ടുന്നു, നരകമോചനം ഉണ്ടെന്നും ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടുന്നു. എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ വന്നിരിക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ? 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മളിവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഖബറിൽ ആ സമയം ഉണ്ടാകും. നമ്മളെ ഖബറിൽ ഉണ്ടാകുന്നു മാത്രമല്ല, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ദുനിയാവിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഓലൊക്കെ ഏതുവരെ ഉണ്ടാവുള്ളൂ? നമ്മളെ ഖബറ് വരെ ഉണ്ടാവുള്ളൂ. മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും അതിൻ്റെ ഉള്ളിൽ വന്ന് താമസിക്കൂല. എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും തിരിച്ചു പോരുന്ന വയബ്ഖാ വാഹിദുൻ ഫയർജിഉ ഇസ്നാനി. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, 2 മടങ്ങിപ്പോരും, 1 ബാക്കിയാകും. ബാക്കിയാകുന്നതേതാ? അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളാണ്. ഈ ഖുർആൻ ക്ലാസ് ഉണ്ടാവും, നമ്മളെ നിസ്കാരം ഉണ്ടാവും, നമ്മൾ നോമ്പുണ്ടാവും, നമ്മൾ കൊടുത്ത സ്വതക്കൾ ഉണ്ടാവും, ഖുർആൻ പാരായണം ഉണ്ടാവും. ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും നാളെ ഖബറിലുണ്ടാവുന്ന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതുന്ന, ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ഖബറിലേക്ക് മലക്കുകൾ വരുമ്പോ അവനെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നാ. കാരണം എന്താ? ഖുർആൻ അവനെ തടയും, ആ മലക്കിനെ തടയുമെന്നാണ്. മുൻകറും നക്കീറും ഇറങ്ങി വരുന്നു റസൂലുള്ള പറഞ്ഞില്ലേ, ചോദ്യം ചോദിക്കുന്നു പറഞ്ഞില്ലേ. ആ സമയത്ത് നമുക്ക് നമ്മൾക്ക് കൂടെ ഉണ്ടാവാരാ? നമ്മള് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരും ഉണ്ടാവില്ല. പിന്നെ ആരുണ്ടാവുക? നമ്മൾ ചെയ്ത അമൽ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക് ഖുർആൻ ഉണ്ടാകുന്ന, ഖുർആൻ തടയുമെന്നാണ്. മാത്രമല്ല അള്ളാന്റെ മുന്നിലും ഖുർആൻ പറയുന്ന, പരലോകത്തെത്തിക്കഴിഞ്ഞാലേ അള്ളാന്റെ മുന്നിൽ വിചാരണയുടെ സമയത്തൊക്കെ കഴിഞ്ഞാൽ പറയും, നമുക്ക് വേണ്ടി നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ ഖുർആൻ ഓതിയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ റെക്കമെൻഡ് പറയുന്ന ഏതാണ് ആ സൂറത്ത്? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അത് ഓതുന്നവർക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, സത്യം ഏതാണോ അത് മാത്രം സ്വീകരിക്കുക, അതാര് പറഞ്ഞാലും സ്വീകരിക്കുക. അസത്യം മുഴുവനും നമ്മൾ എന്ത് ചെയ്യുക? തള്ളിക്കളയുക. ഇതാണ് അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചെന്ന്. നമ്മളെ പരലോകം നമ്മളുടെ ഖബറും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കൃത്യമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുള്ളത് നമ്മൾ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? പടച്ചോൻ പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും. അള്ളാഹു അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ആ രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുടെയും വിശ്വാസികളുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.